Cooking with Umma and zeeshu. ഇന്ന് ഞാൻ ഉമ്മായി വേറെ ഡിഷുമായി വന്നിട്ടുണ്ട്. ഏതാണമ്മ? ഇന്ന് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം, പിന്നെ ഒരു മിൽക്ക് ഷേക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് അവക്കാഡോ വെച്ചിട്ടാണ് രണ്ടും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അവക്കാഡോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്കയുടെ സീഡ് പൊടിച്ചത്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഒരു വലിയ അവക്കാഡോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വിപ്പിംഗ് ക്രീം വേണം, ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വേണം. അതിപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവക്കാഡോ കട്ട് ചെയ്യാം. അപ്പോൾ അത് അവക്കാഡോ ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്ത് നമുക്ക് അതിനകത്തുള്ള ആ പൾപ്പ് മാത്രം എടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. ഈ സീഡിന് ഭയങ്കര കട്ടിയാണല്ലോ. സീഡിന് ഭയങ്കര കട്ടിയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക പൊടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ തന്നെ നല്ല മധുരം കാണും. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാരയും ആഡ് ചെയ്യാം. പിന്നെ ഇത് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറ് ഒരു 5-6 മണിക്കൂറോളം മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നാലേ വിപ്പിംഗ് ക്രീം മിക്സിയിൽ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് അടിക്കണം. നല്ല ഹൈ സ്പീഡിൽ അടിക്കണം, എന്നാലേ വിപ്പിംഗ് ക്രീം ആവത്തുള്ളൂ. പിന്നെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതിന് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അവക്കാഡോ അടിച്ചത് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസർ വെക്കണം, എന്നാലേ ഐസ്ക്രീം റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടല്ലോ അമ്മ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചാലേ? ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക്, പാല്, അവക്കാഡോ, ഏലക്ക. അപ്പോൾ നമുക്ക് അവക്കാഡോ കട്ട് ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. അപ്പോൾ അത് അവക്കാഡോ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് ഫ്ലഷ് എല്ലാം എടുത്തിട്ട് ജാറിലോട്ട് ഇടാം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതുമ്പോൾ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടി എടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലാണ് എടുത്തത്. അപ്പം നമ്മളുടെ അവക്കാഡോ ജ്യൂസ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അപ്പം നമ്മളുടെ സൂപ്പർ ടേസ്റ്റി അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന അവക്കാഡോ ഐസ്ക്രീം കൂടെ സെർവ് ചെയ്യാമോ? സെർവ് ചെയ്യാം. നമ്മൾ ഫ്രീസറിൽ 6 മണിക്കൂർ തണുക്കാൻ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അത് സെർവ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളി ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് അതിൻ്റെ പുറത്തിട്ട് കൊടുത്താലേ? അത് നമുക്ക് ആ ജ്യൂസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിൽ കുറച്ച് ഐസ്ക്രീം സെർവ് ചെയ്യാം. സീഷു പറഞ്ഞതുപോലെ നമുക്ക് മിൽക്ക് ഷേക്കിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീം ഇടാം. അപ്പം നമ്മളുടെ ഐസ്ക്രീമും മിൽക്ക് ഷേക്കും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നമ്മളുടെ ഐസ്ക്രീമും മിൽക്ക് ഷേക്കും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തോന്ന് സീഷു? നിങ്ങൾ നമ്മളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ലൈക്ക് ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വ്ളോഗുമായി വരുത്തുണ്ടായിരിക്കും, നമ്മൾ നാട്ടിൽ പോണതിൻ്റെ കഥയും വെച്ച്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ see you next time. Bye.